എല്ലാവർക്കും കുബു സ്റ്റാർട്സിലേക്ക് സ്വാഗതം. വേനൽക്കാലത്ത് തണുപ്പും ഭക്ഷണവും തേടി പാമ്പുകൾ വീട്ടിലെത്തിച്ചേരാനുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ ഇത്തരം ആപത്തുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, വാതിൽ സുരക്ഷിതമാക്കുക. വീടുകളിൽ വാതിലിൻ്റെ താഴെയുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കുക. ഡ്രെയിനേജ് പൈപ്പുകൾ നെറ്റിട്ട് മൂടുക. ജാലകങ്ങളെ സുരക്ഷിതമാക്കുക. ജാലകങ്ങളിലും വെന്റിലേറ്ററുകളിലും മെഷിടുക. രാത്രി വാതിലുകളും ജനലുകളും അടച്ചു എന്ന് ഉറപ്പുവരുത്തുക. അടുത്തതായി, വീട്ടുവളപ്പ് വൃത്തിയാക്കുക. കട്ടിയുള്ള പുല്ല്, മാലിന്യം എന്നിവ നീക്കം ചെയ്യുക. മരച്ചില്ലകൾ, കുപ്പികൾ എന്നിവ കൂട്ടിക്കിടക്കരുത്. വീടിനോട് ചേർന്നുള്ള ചെടികളും പുല്ലുകളും വള്ളികളും മരങ്ങളും ഒഴിവാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എലിയെ നിയന്ത്രിക്കുക എന്നത്. ഭക്ഷണം തുറന്നു വയ്ക്കരുത്. അതുപോലെ മാലിന്യം അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ എലി പെരുകാൻ സാധ്യതയുണ്ട്. എലി ഉണ്ടെങ്കിൽ പാമ്പ് വരാനുള്ള സാധ്യത ഏറെയാണ്. വീടിൻ്റെ പരിസരത്ത് വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കുക. തുറന്ന വെള്ളപാത്രങ്ങൾ ഒഴിവാക്കുക. പറ്റുമെങ്കിൽ അത് മൂടി വയ്ക്കുക. വെള്ളം വീണ് നനവാർന്ന മണ്ണുള്ള ഭാഗത്തൂടെ നടക്കുമ്പോൾ ജാഗ്രത പാലിക്കുക. ഇനി വീട്ടിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നിലത്ത് നേരിട്ട് കിടക്കരുത്. കിടക്ക ചുമരിനോട് ചേർത്തിടരുത്. കിടക്ക ഉപയോഗിക്കുന്നതിന് മുമ്പ് കൊട്ടി വൃത്തിയാക്കുക. അതുപോലെ വെളിയിലിട്ടിരിക്കുന്ന ഷൂസുകളും ചെരുപ്പുകളും ധരിക്കുന്നതിന് മുമ്പ് കുടഞ്ഞ് പരിശോധിക്കുക. പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും ചെരുപ്പ് ധരിക്കുക. കുറ്റിക്കാടുകൾക്കും കല്ലുകൾക്കും ഇടയിൽ കളിക്കാതിരിക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കുക. വീടും പരിസരവും വൃത്തിയാക്കുക. പറ്റുമെങ്കിൽ വെളുത്തുള്ളി ചതച്ച് ചേർത്ത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. നിലവിൽ പാമ്പിൻ്റെ മുട്ട വിരിയുന്ന സമയമായതിനാൽ ചെറിയ പാമ്പിനെ പോലെ നിസ്സാരമായി കണക്കാക്കരുത്. വീട്ടിലോ പരിസരത്തോ പാമ്പിനെ കണ്ടാൽ പരിഭ്രമിക്കാതെ വനം വകുപ്പിനെയോ സർപ്പ ആപ്പ് വഴി വിദഗ്ധ പാമ്പുപിടുത്തക്കാരുടെ സഹായം അഭ്യർത്ഥിക്കുകയോ ചെയ്യുക. ഇനി ആർക്കെങ്കിലും പാമ്പ് കടി ഏറ്റാൽ ഒന്നാമതായി ചെയ്യേണ്ടത് പരിഭ്രമിക്കാതിരിക്കുക എന്നതാണ്. കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കാനോ രക്തം പിഴിഞ്ഞ് കളയാനോ ശ്രമിക്കരുത്. സ്വയം ചികിത്സ ചെയ്ത് സമയം കളയരുത്. എത്രയും വേഗം ആൻറ്റിവെനം സൗകര്യമുള്ള തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ഓർക്കുക, നമ്മുടെ ജാഗ്രതയാണ് നമ്മുടെ ജീവനെ സംരക്ഷിക്കുന്നത്. പാമ്പിനെ പ്രതിരോധിക്കാൻ നിങ്ങൾക്കറിയാവുന്ന മാർഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.